ഗൈസ് നമ്മുടെ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ തും സഹൂറിന്റെ ഒരു ഡൂപ്ലി വേർഷൻ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട എന്താണെന്ന് മനസ്സിലാവും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് തന്നെ കാണണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ. ഗൈസ് ഇന്ന് നമുക്ക് ചൂണ്ടലിടാൻ പോയാലേ, നമുക്ക് എന്തായാലും ഒരു ചൂണ്ട വാങ്ങിക്കണം. അപ്പം ഇവിടെ എവിടെയും ഫിഷ് മാർക്കറ്റ് ഇല്ല. അപ്പം നമുക്ക് അപ്പുറത്തൊരു ഫിഷിൻ്റെ സ്റ്റോർ ഉണ്ട്. അയ്യോ ഫസ്റ്റ് തന്നെ റെഡി കഴിഞ്ഞല്ലോ. അതായിട്ട് ഇരിക്കട്ടെ, നമുക്ക് നേരെ ഞാൻ അങ്ങോട്ടേക്ക് വിടട്ടാ. അവിടെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ചൂണ്ടയും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് അവിടെ പോയിട്ട് അടിപൊളി ചൂണ്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് ബീച്ചിൽ പോയിട്ട് മീൻ പിടിക്കാൻ നോക്കാം. മീൻ കിട്ടുമോന്നൊന്നും അറിയില്ല. നമുക്ക് എന്തെങ്കിലും പോയി ഒന്ന് ചൂണ്ട വാങ്ങിച്ചിട്ട് വരും. ഗൈസ് നമ്മളങ്ങനെ നമ്മളെ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ ഇവിടേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ സിറ്റിയിൽ നിന്ന് അത്യാവശ്യം ലോങ് ആണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഫിഷ് മാർക്കറ്റാണ് ഗൈസ്. അപ്പോൾ അവിടെ നമ്മളെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കി വെക്കാം. നല്ലൊരു കാശും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഗൈസ്. ഈ ചൂണ്ടയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പോൾ ഇതാണ് നമ്മളൊരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മാർക്കറ്റാണ് ഗൈസ്. എന്തായാലും ഇവിടെ നല്ലൊരു ചൂണ്ടയും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. 30,000 രൂപയാണ് ഗൈസ് ഈ ഒരു ചൂണ്ടയൊക്കെ. കണ്ടാൽ നിങ്ങൾ എന്താ പറയുക, 30,000 രൂപയുടെ സാധനമാണ്. എന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കൊരു മീൻ പിടിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം മൂത്തിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് നല്ലൊരു തോടോ പുഴയൊക്കെ പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നു. നമുക്കപ്പോൾ അവിടെ പോയിട്ട് ചൂണ്ടിടുക. ഇവിടെ അടുത്താണ് ഗൈസ്. ബീച്ചിൻ്റെ അവിടെ എത്താനായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ടേക്ക് കത്തിച്ചങ്ങോട്ട് വിടുക. ഇതാണ് ഗൈസ് നമ്മുടെ ബീച്ച്. വണ്ടി ഇവിടെ കിടന്നോട്ടെ ഗൈസ്. താവൊന്നുമില്ലായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് എടുക്കാണ്ട് ഇടുക. ഗൈസ് നമ്മളെ ഫ്രാങ്ക്ലിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചൂണ്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും കിട്ടി ഗൈസ്. നമുക്ക് ഒരു മീനിനെ പിടിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം മൊത്തിട്ടാണ് ഗൈസ് ഇവിടെ വന്ന് ഇങ്ങനെ ചൂണ്ടിടുന്നത്. ഒരു നായ്ക്കളും വന്ന് കൊത്തുന്നില്ല. ഇതെന്താണ് ഈ മഴ വരുന്നതായിട്ടുള്ളിൽ ഒരു മീൻ പിടിച്ച് കയറാന്ന് വിചാരിച്ചാൽ അതും പറ്റൂലല്ലോ. എന്തൊരു മീൻ വന്ന് കൊത്തടേ. എന്താണ് ഇത് ഇങ്ങനെ പോയി കണ്ടിക്കണേ. ചേട്ടാ ഒരു മീനും വന്ന് കൊത്തുന്നില്ലല്ലോ. അതിൽ കുറച്ച് നേരം കൂടെ ഒന്ന് നിന്നോ ഗൈസ്. അവിടെ അറ്റത്ത് എന്തോ ഞാൻ കാണുന്നുണ്ടല്ലോ. എന്തോ ഒരു വടി പോലെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. ഞാൻ ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കണം. നമ്മളെ ബോട്ട് എടുത്തിട്ടുണ്ടല്ലേ, നേരെ അങ്ങോട്ടേക്ക് വിടുക. നമ്മൾ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അതിനെങ്ങനെയും ഒന്ന് വലിച്ച് കയറ്റാം. നല്ല വെയിറ്റ് ഉണ്ടാ ചൂണ്ടല്. എന്താ അത് മറ്റേ സാധനല്ലേ, മറ്റെന്താണ് അതിന്റെ പേര്? തും സഹൂർ. അത് ആ സാധനം തന്നെ. പിന്നെന്തെങ്കിലും ചെയ്യോ? നമുക്ക് ഇതിനെ എങ്ങനെയും കരയൊക്കെ കൊണ്ടുപോകാം. ഫ്രാങ്ക്ലിനെ, നീയാണ് എന്നെ കടലിന്ന് രക്ഷിച്ചത്. അതുകൊണ്ട് നീ എന്ത് ചോദിച്ചാലും ഞാനതൊക്കെ ചെയ്തു തരാം. ഇയാൾക്കിന്റെ അതിന് എന്റെ പേരൊക്കെ അറിയാടാ. എനിക്ക് ഇങ്ങനെ എന്റെ പേരൊക്കെ അറിയാം. നമ്മളോട് കളിക്കണ്ട, നമുക്ക് എല്ലാരും പേരും അറിയാം. എന്താ ചെയ്യണ്ടെന്ന് പറയേ. എനിക്ക് നിന്റെ വടി കൊണ്ട് കുറച്ച് മാജിക്കുകളൊക്കെ ഒന്ന് കാണിച്ചേ. അത്രയുള്ളൂ. ഇതൊക്കെ എന്ത് വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഞാനിപ്പ കാണിച്ചുതരാം. കാണിക്കട വേഗം. ഇപ്പൊ കാണിച്ചുതരാം. എന്നാ പിടിച്ചോ. എന്റെ വടി കൊണ്ടേ നായനെന്റെ കൈ കെട്ടി ചുക്കാമണി ഇരിക്കും. അയ്യോ എന്റെ വടി കൊണ്ടേ. ഫ്രാങ്ക്ലിനെ, നീ വിചാരിച്ചാലാണ് എനിക്ക് ആ വടി കിട്ടാ. നീ എങ്ങനെയെങ്കിലും അത് കൊണ്ടുവരടാ. എന്താണ് അതിന്റെ വടി ഇല്ലാണ്ട് എങ്ങനെയാടാ ഞാനിവിടെ ഇരിക്കാടാ വടി കൊണ്ട് താടാ. മതിയുടെ കരയിലടാ. ഞാൻ എനിക്ക് വടിയൊക്കെ കണ്ടുപിടിച്ചുതരാം. നീ ഒന്ന് വെയിറ്റ് ആക്ക്. വടി എവിടെ എടുക്കണെന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ ഞാൻ വടി എടുക്കാൻ പോവുക. ചെക്കൻ ഭയങ്കര സൈഡിലാണ് ചോദിച്ചത്. നമുക്ക് വടി എടുത്തിട്ട് എന്റെ കയ്യിലാണ്ട് കൊടുത്തു. എന്നാലിപ്പോ ഡിനോസറിന് എന്തിന്റെ കടിയാ വടി എടുത്ത് കൊണ്ടുപോകണം. മനുഷ്യനെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഇവനെ എടുക്കേണ്ടിയിരുന്നില്ല. ഇവിടെ തന്നെ വെച്ചാൽ തീരുന്നു. പക്ഷെ ചെക്ക പാവണ്ട് കേസ്. കടലിൽ അത്രയും ദിവസം മുങ്ങി കിടക്കായിരുന്നില്ലേ. അപ്പൊ നമുക്ക് നേരെ ഞാൻ വടി എടുക്കാൻ അങ്ങോട്ട് പോവാ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടെ. വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റോറി മോഡോ ഏത് സ്റ്റോറി മോഡോ വേണ്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ഇട്ടേക്കിട്ടാ. അപ്പോൾ നേരെ ഞാൻ സ്ഥലത്തോട്ടാണ്ട് വീട്ടിലേക്ക് അറിയില്ല കേസ്. ഒന്ന് അത്യാവശ്യം ലോങ് ഉണ്ട്. നമുക്ക് എന്തായാലും അതൊന്നും ഞാൻ വീട്ടിൽ കാണിക്കുന്നില്ല. നമുക്ക് നേരെ ഞാൻ എടുത്തിട്ട് എനിക്ക് കൊടുന്നു കൊടുക്കാൻ വടി. അങ്ങനെ കേസ് നമ്മൾ ചങ്ങാൻ്റെ വടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെന്താ അത്ര ചെറുതായ. എന്തായാലും ആവട്ടെ, ഇത് കൈ പിടിച്ചിട്ട് നമുക്ക് ഏകം ഓൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കാം. കേസ് നമ്മളിങ്ങനെ അവൻ്റെ വടി കണ്ടുപിടിച്ചിട്ട് ഓൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ കാർ അവിടെ വെച്ചിട്ട് നമ്മൾ ബൈക്കായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് നേരെ ഇത് ഓൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കാം. നാളെ നിന്റെ വടി ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലാന്ന് വേണ്ടി നീ കിടന്ന് മോങ്ങണ്ടാടാ. ഇത് അവൻ്റെ അടുത്ത് പറന്നു പോകുന്നു. ഇതെന്ത് മാജിക്കാണ്. ഫ്രാങ്ക്ലിനെ, താങ്ക് യുടാ. നീയാണ് എനിക്ക് ഈ വടി കണ്ടുപിടിച്ച് തന്നത്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൂലടാ. നിനക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ അതൊക്കെ ചെയ്തു തരാം. A few moments later. നമ്മള് ചെക്കനായിട്ട് വർത്താനം പറഞ്ഞിട്ട് ടൈമോണം അറിഞ്ഞില്ല. വയ്യ എന്തായാലും ഞാൻ വീട്ടിൽ പോയി കുറച്ചേരം എടുക്കട്ടെ. അപ്പുറത്ത് എന്തോ സൗണ്ട്, ആകെ സൗണ്ടാടാ. എന്തോ പോലീസ് വണ്ടിയുടെ സൗണ്ട്, ആംബുലൻസിന്റെ സൗണ്ട്. എന്താ ഇത് കഥ. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് ഒന്ന് പോയോക്കണം. എന്നിട്ട് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അവര്. എന്തൊരു സൗണ്ട് വെച്ചാണിത്. ഇന്ന് പോയോക്കട്ടെ ഞാനവിടെ. എന്താ അവിടെ കൊറേ ചങ്ങായിമാരുണ്ടല്ലോ. എന്താണ് ഇപ്പൊ ഇത് കഥ. ഇന്ന് വേറെ നടക്ക് ഫ്രാങ്ക്ലിന്. എന്താണിത് ഇവിടെ? എന്താടാ ഇവിടെ ഇങ്ങനെ വലിയൊരു കുഴിയൊക്കെ ഉണ്ടല്ലോ ഈ സെപ്റ്റ് ടാങ്കിൻ്റെ ആൾക്കാരന്ന് പണി പറ്റിച്ചാ. ഒന്ന് നോക്കട്ടെ ഒന്ന് പോയിട്ട്. ഇവിടെ ഇതെന്താണിത്? ഹൈവേ പണിയാൻ വെച്ചത് വലിയൊരു കുഴിയാടാ. നമുക്കൊരു കാര്യം ചെയ്യാം. പോലീസുകാരോട് പോയി ചോദിച്ചോക്കെ എന്താ സംഭവം എന്ന് അറിയണ്ട. ഇതിപ്പോൾ എന്താണ് കഥ. ഇവിടെ എന്തത് ഇവിടൊക്കെ കുഴി ഉണ്ടല്ലോ. ഇത് വേറെ പണിയാണ്. വെറുതെ വന്ന് കുഴി എടുത്തേക്കുന്നത്.
നമുക്ക് എന്തായാലേ പോലീസുകാരനോടൊന്ന് പോയി ചോദിച്ചേക്കാം. സാറേ ഇത് എന്താ പ്രശ്നം, ഇത് എന്താണ്? ഓ ആടാ മോനെ, അത് പറയണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മള് ഡ്രോൺ ഷോട്ടിൽ നോക്കിയപ്പോ ഇതൊരു മറ്റേ തുംസൂർന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിന്റെ പോലത്തെ രൂപമാണ് നമുക്ക് കിട്ടിയത്. തുംസൂറാ? ആ നീ നോക്കി നോക്ക്, ഇതാ ഡ്രോൺ ഷോട്ടിൽ ഞങ്ങൾ കാണിച്ചു തരാം. അതാ ഈ ഒരു രൂപമാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു രൂപം നമ്മൾ ചാറ്റിപ്പിട്ടിനോട് ചോദിച്ചപ്പോ തുംസൂറിന്റെ അത്രേ. അപ്പൊ തുംസൂർ നമ്മുടെ നാട്ടിൽ വന്നിക്കണ, നമുക്കത് നോക്കണ്ടേ? തുംസൂറാ? ആ സാറേ നമുക്ക് നോക്കണം. ഞാൻ എന്നാ ഇപ്പൊ വരാട്ടെ, എപ്പോ വരാം. നമുക്ക് നമ്മളെ തുംസൂറിന്റെ അടുത്തൊന്ന് പോയി നോക്കുമോ? ഓന്റെ പാട് തന്നെയാണോ? എന്ത് കുരുത്തക്കേട് കാട്ടിച്ചിക്കണേ നമുക്കൊന്ന് അറിയണ്ടേ? പോയേക്കാം. നമ്മള് തുംസൂറിനോടൊന്ന് ചോദിച്ചു, ഓന് പറയണ ഓന്റെ രൂപല്ല, ഓൻ ഇന്നലെ രാത്രി അവിടെ വന്നിട്ട് തന്നെ ഇല്ല അത്ര. അപ്പൊ അവനെ എങ്ങനെ വെച്ചിട്ട് നടപടിയാക്കുന്ന ലക്ഷണല്ലേ? നമുക്ക് എന്തായാലും ഇവനെയും കൂട്ടിട്ട് ആ രൂപത്തിന്റെ അടുക്ക് പോവാൻ. അല്ലെങ്കിൽ ഇവനാവില്ല കൈസ്, ഇവൻ നമ്മളോട് അങ്ങനെ ഒന്നും പറയാറില്ല. നമുക്ക് അവിടേക്ക് പോവനെയും കൂട്ടിട്ട് എടാ നീ എന്റെ പിന്നാലെ വായോ. കൈസ് നമ്മള് തുംസൂറാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കിൽ വരുന്നുണ്ട്, നമുക്ക് ഇവനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാ. സാർമാരെ, ഇതിന്റെ രൂപമല്ല, ഞാനല്ല ഇത് ചെയ്തത്. ഇത് ആരാണാവോ ചെയ്തത്? എന്നെ വെറുതെ വിട് സാർ, ഇത് ഞാനല്ല. അയ്യോ ഇല്ല, ഇത് ആരാണ്? അതെന്താണ് എന്റെ പുറകില്? എടാ ഇതാരാ? ജയന്റ് തുംസൂറാ? ഇവനെക്കാട്ടും വലുത്. എന്റെ പൊന്നെ, ഇതാരിഞ്ഞിപ്പോ? എടാ ഇവൻ വന്ന് ഇവൻ നമ്മള് സിറ്റൊക്കെ കൊള്ളാക്കുന്ന തോന്നുന്നു. ഇത് ഇവന്റെ രൂപാവോ? പക്ഷെ ഇവന്റെ അത്ര ഹൈറ്റ് ഇല്ലല്ലോ ഇത്. അടച്ചോനെ തീർന്ന്.